വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് ഗവർണർ സുപ്രീംകോടതിയിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിനുള്ള പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചു. സുപ്രീംകോടതിയിൽ നൽകിയ വിശദീകരണത്തിലാണ് ഗവർണർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിലെ സർവകലാശാലകളിൽ VC നിയമനം വൈകുന്നതിൽ സുപ്രീംകോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വിമർശനം. സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിലാണ് ഗവർണർ ഇക്കാര്യം ഉന്നയിച്ചത്. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ 2 സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ 2 പട്ടികയിലും സ്ഥാനം പിടിച്ചവർക്ക് മുഖ്യമന്ത്രി മുൻഗണന നൽകിയിട്ടില്ലെന്നാണ് ഗവർണറുടെ വിമർശനം. സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് മുൻപിലേക്ക് എത്തിച്ചതെന്ന ഗുരുതരമായ വിമർശനമാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് 5 പേരും സാങ്കേതിക സർവകലാശാലയിലേക്ക് 4 പേരും ഉൾപ്പെട്ട ലിസ്റ്റ് സെർച്ച് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. 14/10/2025 മുഖ്യമന്ത്രി പട്ടിക ഗവർണർക്ക് കൈമാറിയത്. സെർച്ച് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് തനിക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റ് രേഖകൾ കൈമാറിയിട്ടില്ല. എല്ലാ രേഖകളും ലഭിച്ചാൽ മാത്രമേ വൈസ് ചാൻസലർ നിയമനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂവെന്നും ഗവർണർ വ്യക്തമാക്കി. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനം വൈകുന്നതിൽ സുപ്രീംകോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ജനം, ഡൽഹി.